തുടങ്ങി കളവൻ രാവിലെ. മനസ്സിലെ ഒരു 100 രൂപ തരുമോടി? അയ്യോ ചില്ലറ ഇല്ലല്ലോ ചേട്ടാ, 500 രൂപ നോട്ടാ ഇരിക്കുന്നത്. ഓ അത് കുഴപ്പമില്ലടി, ബാക്കി ഞാനും കൊണ്ട് തരാം. ഒരട്ടക്കളവാ ചൊറിനായേ, 100 രൂപയെ ചോദിക്കുമ്പോൾ എടുത്തു തരാൻ ഞാൻ ഇവിടെ സമ്പാദിച്ച് വെച്ചിരിക്കുന്നു. പരട്ടക്കളവനെ നിന്റെ തന്ത, ചൊറിനായേ നിന്റെ തന്തയുടെ തന്ത. ഇയാളെ ഞാൻ എടോ, എനിക്ക് കുടുംബശ്രീയിൽ അടയ്ക്കാൻ വെച്ചിരിക്കുന്ന പൈസയാണ്. എടി ഇതിനകത്ത് നിറച്ച് പൈസ ഉണ്ടല്ലോ ഒരു 100 രൂപ താടി. എടോ തനിക്ക് നാണം ഉണ്ടോടോ? കെട്ടിക്കാൻ പ്രായമുള്ള ഒരു മോളുണ്ട്, 100 രൂപയ്ക്ക് വേണ്ടി തെണ്ടി നടക്കുന്നു. തനിക്ക് വല്ല പണിക്കും പോയി കൂടായോ? നീ കേട്ടതല്ലേ ഡോക്ടർ പറഞ്ഞത്, കട്ടിപ്പണി ചെയ്യില്ലെന്ന്. അപ്പൊ കട്ടിക്ക് അടിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. അല്ലയോ മനുഷ്യൻ എന്റെ കൈവാക്കുന്ന നോക്കണം, ഞാൻ കൊലപെടുത്തി ഞാൻ തലക്കടിക്കുന്നതിന്. ബാക്കിയുള്ളവർ എത്ര നാൾ കൊണ്ട് മുട്ടുവേദനയുടെ കാര്യം പറഞ്ഞു. ആ കുട്ടന്മാരുടെ അടുത്തൊന്നും കൊണ്ടുപോകാൻ ആരുമില്ല. മോളെ അച്ഛനൊരു 100 രൂപ താടി. മോളെ അച്ഛനൊരു 100 രൂപ തന്നിട്ട് പോടി. എൻ്റെ ഇല്ല, കൊണ്ടേ കള്ളു ഓടിക്കാനല്ലേ. ഓ സ്വന്തം അച്ഛൻ ചോദിച്ചപ്പോൾ ഒരു 100 രൂപ തരാനില്ല. വല്ലവനോടെ കഴിഞ്ഞാടാൻ ഇവിടെ പൈസ ഉണ്ട്. അത് വെറു ഇപ്പോഴും അതാലോചിച്ചോണ്ടിരിക്കുകയാണ്. നിന്റെ അച്ഛൻ്റെ ഇവിടെ ആർക്കും അറിയാത്തത്? കളിയിലുണ്ട് എന്ത് പണിയും കാണിക്കാൻ കയറി. ഒന്ന് ഹാപ്പി ആയിക്കേ. ഹാപ്പി എന്ത് ഹാപ്പി? എടോ ഇപ്പം ജീവിതത്തിൽ ഞാൻ ഒരു കാര്യമേ ആഗ്രഹിക്കുന്നുള്ളൂ, മനസമാധാനം. ഈ മനസമാധാനവും സന്തോഷമൊക്കെ മറ്റുള്ളവരെ കൊണ്ടു തരുന്നതല്ല, അത് നമ്മൾ തന്നെ കണ്ടെത്തണം. നീ എൻ്റെ മുഖത്തോടെ നോക്ക്. ഞാൻ എപ്പോഴെങ്കിലും സങ്കടപ്പെട്ടിരിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? പേരിനെങ്കിലും നിനക്കൊരു അച്ഛനും അമ്മയുണ്ട്, എനിക്കാരാ ഉള്ളത്? എന്നിട്ട് ഞാൻ ഹാപ്പിയാണ്. തനിക്ക് ഞാൻ ഫ്രീ ആയിട്ടൊരു ഉപദേശം തരാം. എത്രയും നാളും താൻ തൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ജീവിച്ചില്ലേ, ഇനിയും കുറച്ചാൾ തനിക്ക് വേണ്ടി ജീവിക്കൂടെ താൻ. വേണമെങ്കിൽ അതല്ലാതെ ഒറ്റയ്ക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആണെങ്കിൽ ഞാനിവിടെ വരാം. മനസ്സിലായില്ല. തനിക്കും പ്രശ്നങ്ങളുണ്ട്, എനിക്കും പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ പ്രശ്നം മാറിയ നല്ലതല്ലേ?